ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ കുക്കറിൽ ഉണ്ടാക്കാം. കായ്കറികളൊന്നും കുഴഞ്ഞു പോവാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് അയച്ചു തന്നാണ്. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അരപ്പ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ജീരകം 1/4 ടീസ്പൂൺ, പിന്നെ പച്ചമുളകും കറിവേപ്പിലയും. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അരച്ചെടുക്കരുത്, ചതച്ചെടുത്താൽ മതി. പിന്നെ അവിയലിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഒരുപാട് പച്ചക്കറികളൊന്നും എടുത്തിട്ടില്ല. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസും ഇത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നീളത്തിൽ അരിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കറിൽ വെച്ചിട്ട് അതിലോട്ട് നമ്മൾ അരപ്പുണ്ടല്ലോ, തേങ്ങയുടെ അരപ്പിൽ ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ തൈര് നമ്മൾക്കിടണം. തൈര് ഇപ്പം ഞാൻ 2 ടീസ്പൂണോളം ഇടുന്നുണ്ട്. ഇത് പുളിപ്പില്ലാത്ത തൈരാണ്. പുളിപ്പുള്ള തൈരാണെങ്കിൽ നിങ്ങൾ കുറച്ചിട്ടാൽ മതി. കൂടുതൽ ഇട്ടാൽ ഒരു വിസിൽ കൊണ്ട് വേവില്ല കഷ്ണങ്ങളൊന്നും. അപ്പം പിന്നെ 1 സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. പിന്നെ നമ്മൾക്ക് ഇത് ആവശ്യത്തിന് കുറച്ച് വേവാനുള്ള വെള്ളം ഒഴിക്കുക. നമുക്ക് ഇതിപ്പോൾ അരപ്പിലുണ്ടായിരുന്ന ആ വെള്ളം തന്നെ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഇത് 1 വിസിൽ വെക്കണം. നമ്മൾ 1 വിസിൽ വെച്ചാൽ മതി. അപ്പം ശരിക്കും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് വിസിലെല്ലാം പോകുന്നവരെ വെയിറ്റ് ചെയ്യണേ. അതിന് ശേഷം ഇത് താന്നതിന് ശേഷം വേണം നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ശരിക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലും കൂടുതൽ വേവണം എന്നുള്ളവരുണ്ടെങ്കിൽ 1 പ്രാവശ്യം കൂടെ വിസിൽ വെക്കാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ കുഴഞ്ഞൊന്നും പോവില്ല. കുക്കറിലാണെന്ന് പറഞ്ഞ് പേടിക്കേണ്ട, കാരണം നമ്മൾ തൈരിട്ടതുകൊണ്ട് അതങ്ങനെ ഒരുപാട് കുഴഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ അതേ ഇനി ഇത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അവിയൽ റെഡി ആയിട്ട് ഇത്രയല്ലേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് കറിവേപ്പിലയും ലാസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒരു വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല അവിയലാണ്, നല്ല ടേസ്റ്റി ആയിട്ടാണ്. പിന്നെ പാലക്കാടിൽ ഉണ്ടാക്കുന്ന അവിയലായതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടിയൊന്നും ഇടാത്തത്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. അപ്പം അത്രയേ ഉള്ളൂ. അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല ടേസ്റ്റിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ അവിയൽ ഒഴിച്ച് കഴിച്ചാൽ വേറൊരു കറിയും വേണ്ട. ശരിക്കും ഇത് പുരട്ടി കഴിക്കാം നമുക്ക്. അല്ലാതെ ഇത് തൊടുകറിയായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമൊക്കെ ആയതുകൊണ്ട് അവിയൽ മാത്രം മതി ശരിക്കും ചോറുണ്ണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങളൊക്കെ പറയുക കമൻറ്റിൽ. ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.